ഹലോ ഡിയേഴ്സ്, നമുക്ക് ഓണത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗാർഡനൊന്നും വൃത്തിയാക്കാനായിട്ട് കഴിഞ്ഞില്ല. നമ്മൾ ആ ഷീറ്റെല്ലാം എടുത്ത് മാറ്റിയത് കൊണ്ട് പിന്നെ അതിനിടയ്ക്കൊന്നും കൂടുതലായിട്ട് ഒരു ദിവസം ഞാൻ കഴുകിയൊക്കെ കളഞ്ഞു. ഒരുപാട് അഴുക്കുണ്ടായിരുന്നു. നമ്മൾ ചെണ്ടുമല്ലിയും എല്ലാം കൂടെ വെച്ചത് കാരണം കുറച്ച് മണ്ണൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് നമുക്കൊന്ന് ടൈം കിട്ടിയത്. അപ്പോൾ ചെടിക്കെല്ലാം വെള്ളമൊഴിച്ച് പോട്ടുകളിലെല്ലാം വെള്ളം കുറവായിരുന്നു. ഇപ്പോൾ കാണുന്നത് മൊത്തം വെള്ളം കുറവാണ്. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ചേട്ടൻ ഒഴിച്ചുകൊണ്ടേയിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഇനി ചെണ്ടുമല്ലിയും ഒരു സൈഡിലേക്ക് ഒതുക്കി വച്ചാൽ നമ്മളെ ആമ്പലെല്ലാം നല്ലവണ്ണം വളരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കണ്ട തറയെല്ലാം വൃത്തികേടായി കിടപ്പുണ്ട്. അപ്പം ഓണത്തിൻ്റെ തിരക്കിനിടയ്ക്ക് നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാലും ഞാൻ കുറേയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ വെള്ളം ഒഴിക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എടുത്തൊഴിക്കാനായിട്ട്. ഇടയ്ക്കൊക്കെ കൊണ്ടുപോയി ഓസ് എടുക്കാനും നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ ചെണ്ടുമല്ലി നിൽക്കുന്നത് കാരണം ഓസ് നല്ല വലിയ ഓസാണ്. അപ്പോൾ അതെടുത്ത് ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചെടി ഇല്ലാതായി പോകും. അപ്പോൾ ചേട്ടൻ കൂടെ നിൽക്കുന്ന ടൈം മാത്രമേ നമുക്ക് അത് ഒഴിക്കാനായിട്ട് കഴിയുള്ളായിരുന്നു. ഇപ്പോൾ കണ്ട എല്ലാം നല്ല നീറ്റായിട്ട് കഴുകി എല്ലാ പോട്ടിലും നിറയെ വെള്ളമെല്ലാം ഒഴിച്ച് ഒരുവിധം നല്ലോണം നീറ്റായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഇടയ്ക്കൊന്നും വലിയ ചെളികളോ കാര്യമോ ഒന്നും വലുതായിട്ടില്ല. ഇനി നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞ ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കിയും കൂടെ കൊടുത്താൽ എല്ലാം സെറ്റായി. അപ്പം ഓണമെല്ലാം നമുക്ക് കഴിഞ്ഞു. ഇന്നൊന്ന് റെസ്റ്റാണ്. രാവിലെ ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്ന് റെസ്റ്റായിരുന്നു. ഇന്നെങ്ങും പോയിട്ടില്ല. നമ്മുടെ ഓണവും കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കൂടെ അപ്പം നമ്മുടെ ഗാർഡനും എല്ലാം നമ്മൾ നോക്കിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും തന്നെയാണ് എൻ്റെ വീഡിയോ. ഗാർഡൻ കണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട്.